വെള്ളി പൊന്നിവയെടുത്തിടും. ലോഭമായി ജീവിക്കണം നീയെങ്കിലും പോഷിപ്പിക്കയില്ലയോ പരവജാതിയേയവൻ. വയ്ക്കുക നിൻ ഭാരമവൻ പാദത്തിൽ. വയ്ക്കുക 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 നിൻ ഭാരമവൻ പാദത്തിൽ. സംശയം കൂടാതെ വിശ്വസിക്കുമെങ്കിൽ രക്ഷകൻ നിശ്ചയം സ്വതന്ത്രനാക്കും നിന്നെയും. വേദന സഹിച്ചു നിൻ ശരീരശക്തി പോയെന്നാൽ നിരാശയിൽ മുഴുകി നീ കിടക്കുമ്പോൾ യേശു ശക്തൻ മാറ്റുവാൻ അറിയുന്നു നായവൻ. വയ്ക്കുക നിൻ ഭാരമവൻ പാദത്തിൽ. വയ്ക്കുക 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 നിൻ ഭാരമവൻ പാദത്തിൽ. സംശയം കൂടാതെ വിശ്വസിക്കുമെങ്കിൽ രക്ഷകൻ നിശ്ചയം സ്വതന്ത്രനാക്കും നിന്നെയും. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ പ്രഭാതത്തിൽ ദൈവത്തെ സ്തുതിപ്പാൻ വലിയവനായ ദൈവം തന്ന സാവകാശങ്ങൾക്കായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവവചനവുമായി നിങ്ങളുടെ മുമ്പേ ആയിരിക്കാൻ കർത്താവ് അടിയങ്ങളെ സഹായിക്കുന്നത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി ഒരു വാക്യം വായിക്കുന്നു. മത്തായി 7-ാം അധ്യായത്തിൻ്റെ 24-25 വാക്യങ്ങൾ. ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റ് അടിച്ച് ആ വീടിന്മേൽ അലച്ചു. അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകയാൽ വീണില്ല. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനങ്ങളെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനെക്കുറിച്ച് ബുദ്ധിയുള്ള മനുഷ്യൻ എന്നാണ് വചനം ഇവിടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ആ ബുദ്ധിയുള്ള മനുഷ്യൻ ദൈവവചനപ്രകാരം തൻ്റെ ജീവിതത്തെ ക്രമീകരിച്ചു. എന്നാൽ മഴ വന്ന സമയത്തും നദികൾ പൊങ്ങിയ സമയത്തും കാറ്റ് ആ വീടിന്മേൽ അടിച്ച സമയത്തും അത് ആ ദൈവവചനം എന്ന അടിസ്ഥാനത്തിൽ ഉള്ളതാകയാൽ അത് വീണില്ല. ആ വലിയ കാറ്റിലും പ്രതിസന്ധി ഘട്ടങ്ങളിലും ദൈവം അവർക്ക് നിൽക്കുവാനുള്ള കൃപ കൊടുത്തു. അത് ക്രിസ്തു എന്ന പാറമേൽ അടിസ്ഥാനമിട്ടതാകിയാൽ അത് വളരെ ഉറപ്പുള്ളതായിരുന്നു. അത് വീണില്ല. ഞാനിവിടെ ഇന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് അവിടെ കാറ്റ് അടിച്ചു എന്നൊരു വാക്ക് വായിക്കുന്നു. കാറ്റിനെ കുറിച്ചാണ് ദൈവം എൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവന്ന ചിന്ത. ഹല്ലേലൂയ. ദൈവവചനത്തിൽ നിന്ന് നമുക്ക് അല്പമായി ചിന്തിക്കാം. യോബിൻ്റെ പുസ്തകം 38-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ പറയുന്നു, അനന്തരം യഹോവ ചുഴലിക്കാറ്റിൽ നിന്ന് ഇയ്യോബിനോട് ഉത്തരം അരുളി ചെയ്തതെന്നാൽ. സ്തോത്രം. ഹല്ലേലൂയ. ഇയ്യോബ് എന്ന ഭക്തൻ്റെ ജീവിതത്തിൽ ദൈവം ചുഴലിക്കാറ്റിൽ നിന്ന് ഇയ്യോബിനോട് സംസാരിക്കുകയാണ്. വലിയവനായ ദൈവം തൻ്റെ ഭക്തരോട് ഇടപെടുന്ന ഒരവസ്ഥ ഇങ്ങനെ ഒരു കാറ്റിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്നത് പോലെ ആ പ്രതികൂലത്തിൻ്റെ മധ്യേ ദൈവം നമ്മളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. പല ഇടങ്ങളിലായി നമുക്കിത് കാണാം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വഴി കൊടുങ്കാറ്റിലുണ്ട്, അല്ലെങ്കിൽ കാറ്റിലുണ്ട്, ചുഴലിക്കാറ്റിലുണ്ട് എന്നൊക്കെ നമുക്ക് ദൈവവചനത്തിൽ കാണുവാൻ കഴിയും. സ്തോത്രം. ഹല്ലേലൂയ. കൊടുങ്കാറ്റ് എന്ന് പറയുന്നത് സദൃശവാക്യങ്ങൾ 1:25 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ
നിങ്ങൾ എൻ്റെ ആലോചനയൊക്കെയും ത്യജിച്ചു കളയുകയും എൻ്റെ ശാസനയെ ഒട്ടും അനുസരിക്കാതിരിക്കുകയും ചെയ്തതുകൊണ്ട് എന്ന് പറഞ്ഞ് തുടങ്ങുന്നു. നിങ്ങൾ ഭയപ്പെടുന്നത് നിങ്ങൾക്ക് കൊടുങ്കാറ്റ് പോലെയും നിങ്ങളുടെ ആപത്ത് ചുഴലിക്കാറ്റ് പോലെയും വരുമ്പോൾ, കഷ്ടവും സങ്കടവും നിങ്ങൾക്ക് വരുമ്പോൾ തന്നെ. ഇവിടെ ഇത് പറഞ്ഞിരിക്കുന്നത് ഒരു ചുഴലിക്കാറ്റ് പോലെ എന്താണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ കഷ്ടവും സങ്കടവും വരുന്നു. ഹല്ലേലൂയ. ആ പ്രതികൂല ഘട്ടത്തിൽ ദൈവം നമ്മളോട് ഇടപെടുവാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ 23-ാം വാക്യത്തിൽ, എൻ്റെ ശാസനയ്ക്ക് തിരിഞ്ഞുകൊള്ളുവിൻ, ഞാൻ എൻ്റെ മനസ്സ് നിങ്ങൾക്ക് പൊഴിച്ചു തരും, എൻ്റെ വചനങ്ങൾ നിങ്ങളെ അറിയിക്കും. സ്തോത്രം. അപ്പോൾ ദൈവത്തിൻ്റെ ആലോചനയ്ക്കും ദൈവത്തിൻ്റെ ശാസനയ്ക്കും മനസ്സ് തിരിച്ചു കൊടുക്കണം എന്ന് ദൈവവചനം നമ്മളെ ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ എൻ്റെ ആലോചനയൊക്കെയും ത്യജിച്ചു കളയുകയും എൻ്റെ ശാസനയെ ഒട്ടും അനുസരിക്കാതിരിക്കുകയും ചെയ്തതുകൊണ്ട് എന്ന് പറഞ്ഞ് അനർത്ഥം, ആപത്ത്, കഷ്ടം, സങ്കടം ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരാൻ സാധ്യതയുണ്ട് എന്ന് ദൈവവചനം ഓർമ്മിപ്പിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ ആലോചനയെ അനുസരിക്കാതിരിക്കുന്നത്. സ്തോത്രം. അവർ എൻ്റെ ആലോചന അനുസരിക്കാതെ എൻ്റെ ശാസനയൊക്കെയും നിരസിച്ചു കളഞ്ഞതുകൊണ്ട്, സ്തോത്രം, അവർ സ്വന്തം വഴിയുടെ ഫലം അനുഭവിക്കുകയും തങ്ങളുടെ ആലോചനകളാൽ തൃപ്തി പ്രാപിക്കുകയും ചെയ്യും. ഇത് ദൈവവചനം വിട്ടു നടക്കുന്നവരെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഒരു ദൈവപൈതലിനെ കുറിച്ച് അതിൻ്റെ 33-ാം വാക്യത്തിൽ പറയുന്നു, എൻ്റെ വാക്ക് കേൾക്കുന്നവനോ നിർഭയം വസിക്കും, ദോഷഭയം കൂടാതെ സ്വൈര്യമായിരിക്കുകയും ചെയ്യും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ വാക്ക് കേൾക്കുന്നവൻ, ദൈവവചനം കേട്ട് അനുസരിക്കുന്നവൻ നിർഭയം വസിക്കും എന്ന് ദൈവവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ കഷ്ടവും സങ്കടവും ഒക്കെ ഒരു ചുഴലിക്കാറ്റ് പോലെ വരുമ്പോഴും ദൈവം തൻ്റെ ഭക്തനോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇയ്യോബിനോട് ചുഴലിക്കാറ്റിൽ നിന്ന് ദൈവം ഒത്തിരി കാര്യങ്ങൾ സംസാരിച്ചു. ഹല്ലേലൂയ. ഭക്തനെ ബലപ്പെടുത്തിയും ഭക്തൻ ഒരു വാക്കുകൊണ്ടുപോലും തൻ്റെ വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ പോലും ഹല്ലേലൂയ ദൈവത്തെ ഒരു വാക്കുകൊണ്ടുപോലും പിറുപിറുക്കുകയോ അധരങ്ങളാൽ പാപം ചെയ്യുകയോ ചെയ്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കവിടെ ഇയ്യോബിൻ്റെ ജീവിതത്തിൽ കാണുവാൻ കഴിയും. അവസാനം ഇയ്യോബിന് അതെല്ലാം ഇരട്ടിയായി ദൈവം കൊടുക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. ഇയ്യോബ് എന്ന ഭക്തൻ വലിയ പ്രതിസന്ധി ജീവിതത്തിലുണ്ടായപ്പോഴും ഹല്ലേലൂയ താൻ പാറമേൽ അടിസ്ഥാനപ്പെട്ട, അതായത് ദൈവവചനത്തിൽ അടിസ്ഥാനമിട്ട ഒരു ജീവിതം നയിച്ചതുകൊണ്ട് ഹല്ലേലൂയ വീഴാതെ നിൽപ്പാൻ കഴിഞ്ഞു. ദൈവം സഹായിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഒക്കെ വരുമ്പോൾ ഹല്ലേലൂയ നാം വീഴാതിരിക്കുന്നത് ഹല്ലേലൂയ ദൈവവചനത്തിൽ അടിസ്ഥാനമിട്ട് ജീവിക്കുമ്പോഴാണ്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവവചനം നമ്മളെ അതിനായി ശക്തീകരിക്കും. ഹല്ലേലൂയ. ദൈവം ഹല്ലേലൂയ അത് നമ്മളോട് ആലോചനകളെ അറിയിച്ച് ഹല്ലേലൂയ വചനങ്ങളെ അറിയിച്ച് പോകേണ്ട വഴികളെ ഉപദേശിച്ച് നൽകുകയും ചെയ്യും. ഇനി ശരിക്കും ഈ കാറ്റിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്തത് ദുഷ്ടന്മാർക്കാണ്. അത് ഹല്ലേലൂയ യോബ് 21:18 പറയുന്നു, ദുഷ്ടന്മാർ കാറ്റിന് മുൻപിൽ താളടി പോലെയും കൊടുങ്കാറ്റ് പറപ്പിക്കുന്ന പതിർ പോലെയും ആകുന്നു. അതുപോലെ തന്നെ സദൃശവാക്യങ്ങൾ 10:25 പറയുന്നു, ചുഴലിക്കാറ്റ് കടന്നു പോകുമ്പോൾ ദുഷ്ടനില്ലാതെയായി, നീതിമാനോ ശാശ്വതമായ അടിസ്ഥാനം ഉള്ളവൻ. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ ഹല്ലേലൂയ ശാശ്വതമായ ഒരടിസ്ഥാനം ഏതാണ്? ക്രിസ്തു ആണ്. ഹല്ലേലൂയ. ആ ക്രിസ്തുവിൽ വേരൂന്നിയ ഒരു
ഹല്ലേലൂയ ഭക്തന് ഹല്ലേലൂയ ഒരു ഫലം കായ്ക്കുന്ന ഒരു വൃക്ഷത്തെ പോലെ ഹല്ലേലൂയ അത് ആഴത്തിൽ വേരൂന്നിയതാകയാൽ ഹല്ലേലൂയ കാറ്റടിക്കുമ്പോഴും എത്ര പ്രതികൂല സാഹചര്യങ്ങൾ വന്നാലും ഹല്ലേലൂയ നിൽപ്പാൻ സാധിക്കും. സ്തോത്രം. ഹല്ലേലൂയ. അടുത്തതായി നമുക്ക് നോക്കാം. ഈ യഹോവ നമ്മോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെയുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിലാണ് കൂടുതലായി നമ്മോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. യിരെമ്യാവ് 4:12 പറയുന്നു, യഹോവയുടെ രഥങ്ങൾ ചുഴലിക്കാറ്റ് പോലെയാകുന്നു. ചുഴലിക്കാറ്റിൻ്റെ അവസ്ഥകളിൽ ഹല്ലേലൂയ യഹോവ നമ്മളോട് കൂടുതലായി സംസാരിപ്പാൻ ഇടപെടുവാൻ എല്ലാം ആഗ്രഹിക്കുന്നു. സ്തോത്രം. ആ സമയത്ത് നമ്മൾ ദൈവകരങ്ങളിലേക്ക് നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ ഹല്ലേലൂയ ദൈവം നമ്മളോട് ഇടപെടുവാൻ ഇടയാകും. ഹല്ലേലൂയ. നഹൂം 1:3 പറയുന്നു, യഹോവയുടെ വഴി ചുഴലിക്കാറ്റിലുണ്ട്. സ്തോത്രം. ദൈവം മനുഷ്യനോട് ഇടപെടുവാൻ സംസാരിക്കുവാൻ ഒക്കെ ഹല്ലേലൂയ ആ പ്രതികൂല സാഹചര്യങ്ങൾ അത് ഹല്ലേലൂയ ഒരു മേഖലയായി എടുക്കുകയാണ്. ഹല്ലേലൂയ യഹോവയുടെ വഴി ചുഴലിക്കാറ്റിലുണ്ട്. ജീവിതത്തിൽ പല പ്രതിസന്ധികളും വരുമ്പോഴും ദൈവം ഹല്ലേലൂയ ഒരു മനുഷ്യനോട് ഇടപെടുവാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. അത് ഒന്നുകിൽ ഹല്ലേലൂയ നമ്മളോട് നേരിട്ട് സംസാരിക്കാം, അതല്ല എങ്കിൽ വചനത്തിലൂടെ നമ്മളോട് ഇടപെടാം. അതല്ല എങ്കിൽ ഹല്ലേലൂയ ദൈവം ഒരു പ്രവാചകനെ അയച്ച് നമ്മളോട് സംസാരിക്കാം. ഹല്ലേലൂയ. ഇത്തരത്തിൽ ഹല്ലേലൂയ ദൈവവചനം നാം കേൾക്കുമ്പോൾ ഹല്ലേലൂയ നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുകയാണെങ്കിൽ ഹല്ലേലൂയ ദൈവം നമ്മളെ ആ കാറ്റിലും പിടിച്ചു നിൽപ്പാൻ ഹല്ലേലൂയ ശക്തീകരിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെ നാം ക്രിസ്തുവിൽ വേരൂന്നിയവരാണെങ്കിൽ എത്ര കാറ്റടിച്ചാലും എത്ര പ്രതികൂല സാഹചര്യങ്ങൾ വന്നാലും ഹല്ലേലൂയ ഒരു ഭക്തൻ അവിടെ പിടിച്ചു നിൽക്കും. അതാണ് ഹല്ലേലൂയ നാം ആദ്യം വായിച്ച വചനങ്ങൾ. ഹല്ലേലൂയ അത് പ്രകാരമായിരുന്നു. ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. ഹല്ലേലൂയ. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ച് ആ വീടിന്മേൽ അലച്ചു. അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകയാൽ വീണില്ല. എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെയും മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റ് അടിച്ച് ആ വീടിന്മേൽ അലച്ചു. അത് വീണു, അതിൻ്റെ വീഴ്ച വലിയതായിരുന്നു. സ്തോത്രം. വചനപ്രകാരം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാതിരുന്നാൽ ഹല്ലേലൂയ പ്രതിസന്ധി ഘട്ടത്തിൽ നമുക്ക് പിടിച്ചു നിൽപ്പാൻ കഴിയില്ല. എന്നാൽ വചനപ്രകാരം ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുമെങ്കിൽ ഹല്ലേലൂയ ദൈവം പറയുന്നത് നമ്മളെ ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാക്കിയാണ് പറയുന്നത്. അവിടെ വലിയ പ്രതികൂല സാഹചര്യങ്ങളെ കാണിക്കുവാനാണ് ഇപ്രകാരം എഴുതിയിരിക്കുന്നത്. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റ് അടിച്ചു. അതായത് വലിയ പ്രതികൂലം ആ വീടിന്മേൽ അലച്ചു. എങ്കിലും അത് ഹല്ലേലൂയ വീണില്ല. കാരണം ഹല്ലേലൂയ ഈ ഒരു ഭക്തനെ ഒരു വീടായിട്ട് ഉപമിച്ചിരിക്കുന്നു. ഹല്ലേലൂയ ആ ഭക്തൻ ഹല്ലേലൂയ ദൈവവചനത്തിൽ അടിസ്ഥാനമുള്ള ഒരു ജീവിതം നയിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഒരിക്കലും വീഴുവാൻ ദൈവം സമ്മതിക്കുകയില്ല. ആ കാറ്റത്തും പ്രതികൂല സാഹചര്യങ്ങളിലും നിൽപ്പാൻ വലിയവനായ ദൈവം തൻ്റെ കൃപകളെ പകരും. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തിൽ ബലപ്പെട്ടായിരിക്കാൻ ദൈവം സഹായിക്കുകയും ചെയ്യും. നാമും അപ്രകാരം നമ്മെ തന്നെ ദൈവത്തിൻ്റെ ബലമുള്ള കരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിച്ച് ദൈവവചന പ്രകാരം ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തെ ഓരോ ദിവസവും ക്രമീകരിച്ച് ഓരോ ദിവസവും നമ്മളെ തന്നെ ഹല്ലേലൂയ ഒരു മാനസാന്തരത്തോടു കൂടിയ ഹല്ലേലൂയ ഒരു ജീവിതം നയിപ്പാൻ തക്കവണ്ണം ഒരുങ്ങുമെങ്കിൽ ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കുകയും തൻ്റെ ഹല്ലേലൂയ പാതയിലൂടെ വീണ്ടും നടത്തുകയും ചെയ്യും.
ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. യൗവനദശ കഴിഞ്ഞ വാർദ്ധക്യം വന്നിടുമ്പോൾ കുനിഞ്ഞിടും ശരീരം ജീവഭാരത്താ. അപ്പോഴും വിടില്ലവൻ നടത്തും അന്ത്യത്തോളവും. വയ്ക്കുക നിൻ ഭാരമവൻ പാദത്തിൽ. വയ്ക്കുക 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 നിൻ ഭാരമവൻ പാദത്തിൽ. സംശയം കൂടാതെ വിശ്വസിക്കുമെങ്കിൽ രക്ഷകൻ നിശ്ചയം സ്വതന്ത്രനാക്കും നിന്നെയും. ബോംബ് ഭൂമിയെ പിളക്കും നേരം നീ ഒളിക്കുവാൻ സ്ഥാനം പേടിയില്ല എന്ന് കാണുമ്പോൾ ഉണ്ടു സങ്കേതം നിനക്കവൻ ചിറകിൻ കാവലിൽ. വയ്ക്കുക നിൻ ഭാരമവൻ പാദത്തിൽ. വയ്ക്കുക 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 നിൻ ഭാരമവൻ പാദത്തിൽ. സംശയം കൂടാതെ വിശ്വസിക്കുമെങ്കിൽ രക്ഷകൻ നിശ്ചയം സ്വതന്ത്രനാക്കും.